ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്നും നമ്മൾ അവൽ ഒരേ രീതിയിൽ തന്നെ കഴിച്ച് മടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഒരുപാട് വീട്ടമ്മമാരൊക്കെ തലപോഞ്ഞ് ആലോചിക്കുന്ന കാര്യമായിരിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, വൈകിട്ട് കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് ചേർക്കണതെന്ന് വെച്ചാൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കപ്പലണ്ടി എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ ആ ഒരു പച്ച കുത്തൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഒരുപാട് കരിഞ്ഞു പോകരുത്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാളയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ സവാള വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് അവലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സവാളയൊന്നും ഒരുപാട് വഴറ്റിയെടുക്കണ്ട, അതിൻ്റെ ചെറുതായിട്ടൊന്ന് പച്ചക്കുത്തൊന്ന് മാറി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഓവറായിട്ട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവലിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും. പിന്നെ ഒരു മസാലയുടെ കുത്തായിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് ഓവറായിട്ട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാം വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് ആ മസാലയുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ 2 കോഴിമുട്ടയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരുപാട് മിക്സ് ചെയ്ത് കട്ടിയാക്കി എടുക്കരുത്. അതിന് മുമ്പേ തന്നെ നമ്മൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കണം. ഈ മുട്ടയുടെ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കണം, എന്നാലേ അവൽ നന്നായിട്ട് നനഞ്ഞു കിട്ടുള്ളൂ. അതുപോലെ ഞാൻ ഉപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവലും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് വരും. അപ്പം മുട്ട കട്ട പിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ അവൽ ചേർത്ത് കൊടുക്കണം. അപ്പം മുട്ട ഇതുപോലെ കട്ടി വെച്ച് തുടങ്ങുന്ന ആ ഒരു നേരത്ത് വേണം നമ്മളിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ചുവപ്പ് കളറിലുള്ള മട്ട അരിയുടെ അവൽ വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള അവലായതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് നനച്ചെടുക്കണമൊന്നുമില്ല. നിങ്ങളെടുക്കുന്ന അവൽ നല്ല കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തൊന്ന് നനച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ടിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ വളരെ കനം കുറഞ്ഞ് തിന്നായിട്ടുള്ള അവലായതുകൊണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയിലെല്ലാം അവൽ നല്ലപോലെ പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമില്ലാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്.
ഇപ്പോൾ നമ്മൾ അവലും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ആ വെള്ളം തിളച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അങ്ങനെ കട്ട പിടിച്ച് കൊടുക്കൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അവൽ കൊണ്ടുള്ള ഒരു തട്ടിക്കൂട്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് അവൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ രാവിലെ സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.